Good morning, all. Good morning, ma'am. Morning, ma'am. Good morning. നമ്മളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ പഠിച്ചു നോക്കി കാണുന്നില്ലേ? Yes, ma'am. ഓക്കെ. അപ്പൊ നമ്മൾ എവിടെ വരെയാ എടുത്തെത്തിയത്? Pension benefits second point family pension. ഓക്കെ ഓക്കെ. ഫാമിലി പെൻഷൻ പറയാണ് നമുക്ക് എടുക്കേണ്ടത് അല്ലേ? ഓക്കെ. നമ്മളപ്പോ പെൻഷന്റെ കാര്യങ്ങളെല്ലാം വിവരിച്ചു. പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഫാമിലി പെൻഷന്റെ കാര്യവും നമ്മൾ എന്താണ് പറഞ്ഞു തുടങ്ങി. പൊതുവെ നമുക്കറിയാം അവിടെ ബെനിഫിറ്റുകൾ എംപ്ലോയീസിന് വേണ്ടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും എംപ്ലോയർ അങ്ങനെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് ബെനിഫിറ്റുകളെ കുറിച്ചിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. അവരുടെ ഫിനാൻഷ്യലി സൗണ്ടോ അത് മാത്രമല്ല ചിലപ്പോൾ അവരുടെ അല്ലെ ഭാവിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടിന് വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ അത് കൊടുക്കേണ്ടതായിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതുമാതിരിയുള്ള എല്ലാ ഡീറ്റെയിൽസുകളും കളക്ട് ചെയ്തിട്ടായിരിക്കും അവർക്കുള്ള ഫണ്ട് ബെനിഫിറ്റ്സുകളൊക്കെ തീരുമാനിക്കാനായിട്ട്. അപ്പൊ ഇതില് പെൻഷൻ ബെനിഫിറ്റ്സിൽ നമ്മൾ കണ്ടു റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്, അതായത് ആഫ്റ്റർ റിട്ടയർമെന്റിന് ശേഷമുള്ള ഒരു ലംസം എമൗണ്ടിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആ ഒരു പോയിന്റിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫാമിലി പെൻഷൻ ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഒരു പ്രൊവിഡന്റ് ഫണ്ട് അല്ലെ, PF ഒക്കെ ആകുമ്പോൾ അവിടെ ഒരു കോൺട്രിബ്യൂഷൻ ഇടണം അല്ലെ, ഒരു എംപ്ലോയറിന്റെ ഒരു വിഹിതം വരണം, അതോടൊപ്പം തന്നെ എംപ്ലോയിയുടെയും ഒരു വിഹിതം വരണം അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഈ ഒരു വേരിയേഷനിൽ ഓരോ എംപ്ലോയിക്കും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വേതനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർക്ക് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ അർഹതപ്പെടുന്നത്. അപ്പൊ അവിടെ ആ പഴയ കാലഘട്ടത്തിന്റെ സ്ലാബാണ്. അപ്പൊ എപ്പോഴും ആ ഒരു കൺസെപ്റ്റോടുകൂടി നോക്കാം. അതിൽ പറയുന്നുണ്ട് പെൻഷൻ ഈസ് ഗിവൻ ടു ദ ഫാമിലി ഓഫ് എ ഡിസീസ്ഡ് മെമ്പർ ഓഫ് ദ ഫണ്ട് അറ്റ് ദ ഫോളോയിങ് റേറ്റ്സ്. അതായത് ഇൻ കേസ് ഇങ്ങനെ അസുഖങ്ങളൊക്കെ ഉള്ളവർക്കാണ് ഇത്തരത്തിലുള്ള പെൻഷനുകൾ ലഭ്യമാകുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന, അതായത് അവരുടെ ആ ഒരു സാലറി മേടിക്കുന്ന കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ് അത് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അതിൽ 3 കാറ്റഗറിയാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് കാറ്റഗറിയിൽ പറയുന്നത് 12% ഓഫ് പേ subject to a maximum of 150 per month to the family of a member whose pay on which contribution to EPF is received is 800 and above. അതായത് ഒരു വ്യക്തിയുടെ സാലറി, ആ സാലറി എന്ന് പറയുന്നത് 800-നേക്കാൾ എബവ് ആണ് എങ്കിൽ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ അതൊന്നും ഒരു സാലറിയേ അല്ല അല്ലേ. അങ്ങനെ ഒരു വേജസ് ഒക്കെ ഉണ്ട്. ഇപ്പോ വളരെ ചീപ്പായിട്ട് കൂലിയാണ് അല്ലെ അതൊക്കെ. അപ്പൊ പക്ഷെ പഴയ കാലഘട്ടത്തില്, അതായത് നമ്മള് ഈ 71 ആ ടൈമില് ഈ ഒരു പെൻഷൻ ബെനിഫിറ്റ്സ് എംപ്ലോയീസ് ഫാമിലി പെൻഷൻ സ്കീം ഒക്കെ തുടങ്ങിയിരിക്കുന്ന ആ കാലഘട്ടത്തിൽ വെക്കുമ്പോൾ 800 എന്നൊക്കെ പറയുന്നത് വലിയ എമൗണ്ട് ആണ് അല്ലെ. അപ്പൊ അത് വെച്ചിട്ടാണ് ആ ഒരു സ്കീം അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ നോക്കാം. അപ്പൊ 800-നേക്കാളും എബവ് സാലറി കൈപ്പറ്റുന്നവര് അവരെന്താണ് പറയുന്നത്, പ്രത്യേകമായിട്ട് സബ്ജക്റ്റ് ടു മാക്സിമം 150 പെർ മന്ത് ഓർ 12% ഓഫ് പേ, അതായത് ഈ പറയുന്ന അവരുടെ സാലറിയുടെ 12%, അതല്ലെങ്കിൽ മാക്സിമം, അതായത് ആ ഒരു പെർസെന്റേജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അറിയാം ഒരു എമൗണ്ട് ഉണ്ടാവും. അത് ഒരിക്കലും 150-യേക്കാൾ കൂടുതലാവാൻ പാടില്ല. അതാണ് അവിടെ വരുന്ന നിബന്ധന. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? 800-നേക്കാളും കൂടുതലായിട്ടുള്ള ഒരു പേയ്മെന്റ് വരികയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ബോർഡോ അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ബുക്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രോബ്ലം കണ്ടിട്ട് തരായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നും അല്ലേ, നിങ്ങൾ ഓൾറെഡി എല്ലാവരും ഈ ഒരു ഇത് മാത്രം അല്ലെ, നമ്മുടെ ഒരു ടെക്സ്റ്റ് മാത്രമായിരിക്കും നിങ്ങൾ ഫോളോ ചെയ്തതിന്റെ മുകളിൽ അർത്ഥങ്ങളൊക്കെ മീനിങ്ങളൊക്കെ എഴുതി പോകുന്ന ഒരു രീതിയായിരിക്കും അല്ലെ. അതല്ലേ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്? ആണോ? അല്ല സെപ്പറേറ്റ് നിങ്ങൾ സ്വന്തമായിട്ട് ബുക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? മറ്റേ രീതിയാണ് അല്ലെ. അത് അതിന്റെ മുകളില് നമ്മൾ ബുക്കുകൾ ഉണ്ടാക്കിയവരുമുണ്ട്. ഓക്കെ, ഗുഡ്.
എങ്കിൽ തീർച്ചയായിട്ടും രണ്ടും നല്ലതാണ്. കാരണം നമ്മളൊരു കോഴ്സ് എടുത്ത് പഠിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നതിനും നല്ലതായിരിക്കും. കാരണം അതും ഇതും കൂടി കമ്പയർ ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും അല്ലെ പെട്ടെന്ന് ഒരു എക്സാമിനോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് അനലൈസ് ചെയ്യാനൊക്കെ എളുപ്പമാണ് സ്വന്തമായിട്ടൊരു നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇതില് മാത്തമാറ്റിക്കലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകത നമുക്ക് പഠിക്കുന്നതിൽ ഇല്ല. ജസ്റ്റ് ആ സ്ലാബിന്റെ ഒരു വേരിയേഷൻസ് മാത്രം മനസ്സിലാക്കി വെക്കാം. ഇപ്പോ അതിന്റെ വേരിയേഷൻസ് അപ്ഡേഷൻ ആയിരിക്കും, അതനുസരിച്ചിട്ടുള്ള എന്തായാലും ആ ഒരു രീതിയായിരിക്കും ഫോളോ ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ഇതിൽ വരുന്ന ഒരു ഇതെന്ന് പറയുന്നത് സാലറി 800-നേക്കാൾ എബവ് ആണ് എങ്കിൽ ആ സാലറിയുടെ 12% ഓർ മാക്സിമം, അതായത് ആ പെർസെന്റേജ് എടുക്കുമ്പോൾ 150 കൂടാൻ പാടില്ല. 150 കൂടുതലാണ് എങ്കിൽ 150 ആണ് എടുക്കേണ്ടത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ആ ഒരു പോയിന്റ് ഒക്കെ ആണോ? കിട്ടിയോ? ഓക്കെ, അപ്പൊ അത് PF-ലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. വീണ്ടും എന്താണ് 15% ഓഫ് പേ സബ്സിഡി ടു മാക്സിമം ഓഫ് 96 per month and a minimum of 60 per month to the family of a member which pay is 200 per month and above but below 800. അതായത് 800-നേക്കാൾ എബവ് ഉള്ള കാറ്റഗറി നമ്മൾ കണ്ടു. 800-നേക്കാൾ എബവ് ആണെങ്കിൽ കിട്ടുന്ന സാലറിയുടെ 12%, അല്ലെങ്കിൽ 150 അല്ലെ 150 കുറവാണെങ്കിൽ നമുക്കറിയാം എന്താണ് അതെടുത്താൽ കുഴപ്പമില്ല. അതേസമയം 150 കൂടുതലാണ് എങ്കിൽ അതിനേക്കാൾ കൂടുതൽ അല്ലെ അവിടെ കൂടുതൽ എടുക്കാനായിട്ട് സാധിക്കുകയില്ല. ഞാൻ ഇവിടെ പറയുന്നത് എന്താണ്, 800-നും 200-നും ഇടയ്ക്കുള്ള ഒരു എമൗണ്ട്. ഓക്കെ, 800-നും 200-നും ഇടയ്ക്കുള്ള ഒരു എമൗണ്ട് ആണ് അവരുടെ സാലറി എങ്കിലും. അതായത് ചിലപ്പോ 350 ആയിരിക്കാം, ചിലപ്പോ 650 ആയിരിക്കാം. എനിവേ എന്താണ് 200-നേക്കാളും 800-നേക്കാളും ബിറ്റ്വീൻ അല്ലെ ബിറ്റ്വീൻ അതിനിടയ്ക്കാണ് എങ്കിൽ അവരുടെ സാലറി എങ്കിൽ ആ സാലറിയുടെ 15% എന്താണോ സാലറി ആ സാലറിയുടെ 15% കാൽക്കുലേറ്റ് ചെയ്യുക. അത് ആ കാൽക്കുലേറ്റ് ചെയ്യുന്ന എമൗണ്ട് മാക്സിമം 96 ആവാൻ പാടില്ല അല്ലെ. സോറി, മാക്സിമം 96-നേക്കാൾ കവർ ചെയ്ത് പോകാൻ പാടില്ല. 96 വരെ പാടുള്ളൂ. 96 വരെ നമുക്ക് എടുക്കാം. അതിന് മുകളിലാണെങ്കിൽ നമ്മുടെ എമൗണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് എടുക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ അവിടെ പറയുകയാണ് മിനിമം 60 per month അല്ലെ. നമ്മളിപ്പോ 15% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 200 അല്ലെ ആ ഒരു ഇതിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ 60-നേക്കാൾ താഴെയാണ് എങ്കിൽ നമ്മൾ എന്താണ് മിനിമം ഒരു എമൗണ്ട് 60 എങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതുമാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇനി തേർഡ് കാറ്റഗറിയാണ് നോക്കാനുള്ളത്. തേർഡ് കാറ്റഗറിയിൽ എന്താണ് 30% ഓഫ് പേ സബ്ജക്ട് ടു എ മിനിമം ഓഫ് 60 per month to the family of a member whose pay is ₹200 per month. ഓക്കെ, 200-ന് താഴെ അല്ലെങ്കിൽ 200 ഒക്കെ ആണ് എങ്കിൽ അവർക്ക് എന്താണ്, അവർക്ക് മിനിമം എന്താണ് 60 per month അല്ലെ. അവിടെ വരെ 200-ന് താഴെയാണ് എങ്കിൽ സാലറി എങ്കിൽ അവർക്ക് 30% ഓഫ് സാലറി നോക്കാം. എന്താണ് അവിടെ പറയുന്നത് മിനിമം കോൺട്രിബ്യൂഷൻ അല്ലെ. നേരത്തെ പറഞ്ഞ അത് തന്നെ മിനിമം കോൺട്രിബ്യൂഷൻ എന്താണ് 60 വരെ കൊടുക്കണം. അതിനേക്കാൾ മേലെയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എത്രയാണോ ഉള്ളത് അത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, കിട്ടിയോ? ഫാമിലി പെൻഷനിൽ പറയുന്നത് 3 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് 800-നേക്കാൾ മേലെ സാലറി ആണെങ്കിലാണ്. 800-നേക്കാൾ മേലെ സാലറി ആണെങ്കിൽ കിട്ടുന്ന സാലറിയുടെ 12% കണക്കാക്കുക. 150 കൂടി നോക്കാം. എന്താണ് 150 മിനിമം വരണം അല്ലെ. സോറി, മാക്സിമം 150 വരണം. അതിനേക്കാൾ കൂടുതലാണ് എങ്കിൽ അവർക്ക് അത് കൊടുക്കേണ്ടതായിട്ടുള്ള അർഹതയും. വീണ്ടും എന്താണ് 200-നും 800-നും ഇടയ്ക്കാണ് സാലറി എങ്കിൽ സാലറിയുടെ 15% കാണുക. അതിൽ വരുന്ന ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് മാക്സിമം 96 പാടുള്ളൂ. അതേപോലെ തന്നെ 60-യേക്കാളും കുറവാവാനും പാടില്ല. 60 എങ്കിലും മിനിമം പേയ്മെന്റ് അവർ കൊടുക്കേണ്ടതാണ്, കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ടതാണ്. 30% കണക്ക് വരുന്നത് ഇതിലാണ്. 200-ന് താഴെയുള്ള പേഴ്സൺസ് ആണ് എങ്കിൽ സാലറി എങ്കിൽ അവരുടെ സാലറിയുടെ 30% എടുക്കുക. അത് അതിലും പറയുന്നുണ്ട്. മിനിമത്തിന്റെ കാര്യം മാത്രമാണ് അവിടെ പറയുന്നത്. മിനിമം 60 എങ്കിലും നമുക്ക് മസ്റ്റ് ആയിട്ടും കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. ഓക്കെ, ക്ലിയർ ആണോ?
ഓക്കെയാണോ? ഓക്കെ, ഈ സ്ലാബ് വേരിയേഷൻ ഒക്കെ എന്തായാലും സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കാലഘട്ടം അനുസരിച്ചിട്ട് ഇതൊന്നല്ല സാലറി അല്ലെ, ലക്ഷങ്ങളോളം സാലറി വെക്കുന്നവരുണ്ട്, അതനുസരിച്ചിട്ടൊക്കെ വേരിയേഷൻസ് ഒക്കെ ഉണ്ട് അല്ലെ. എങ്കിലും ഇവിടെയും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടാവും. എന്തായാലും അതിന്റെ ആ ഒരു സാലറിയുടെ ബേസിക് പേ അനുസരിച്ചിട്ട് തന്നെ വേരിയേഷൻസ് വന്നിട്ടുണ്ട്. വീണ്ടും ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടാണ്. തേർഡ് വൺ പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് ആണ്. This benefit is the form of a lump sum subject to a maximum of 2,000 payable in the case of a death of a member. ഇനി അതിലെ മെമ്പർ എന്തെങ്കിലും ഡെത്ത് സംഭവിക്കുകയാണ് എങ്കിൽ അവിടെ മാക്സിമം ഒരു 2,000 രൂപയെങ്കിലും ലംസമായിട്ട് ഒന്നിച്ച് അല്ലെ ഒരൊറ്റ എമൗണ്ട് ആയിട്ട് അവർക്ക് ലഭ്യമാക്കേണ്ടതാണ് എന്നുള്ളതാണ് ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സിൽ പരാമർശിക്കുന്നത്. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ അതിലൊക്കെ വേരിയേഷൻസ് ഉണ്ട് അല്ലെ. ആ ഒരു ലംസം എമൗണ്ടിൽ തന്നെ മസ്റ്റായിട്ട് വേരിയേഷൻസ് വന്നിട്ടുണ്ട്. വിഡ്രോവൽ ബെനിഫിറ്റ്സ്, വിഡ്രോവൽ എന്ന് പറയുമ്പോൾ എന്താണ്? പിൻവലിക്കാനാണ് അല്ലെ. അത് ആ ഒരു മെമ്പറിന് പിൻവലിക്കാനുള്ള ഒരു ആനുകൂല്യം ലഭ്യമാക്കുന്ന ഒരു രീതിയാണ്. It is the form of a lump sum amount payable to the member upon leaving the service before his retirement age, subject to fulfillment of certain conditions. റിട്ടയർമെന്റിന് മുമ്പ് തന്നെ അദ്ദേഹം ഇങ്ങനെ ലീവ് എടുത്ത് പോവുകയാണെങ്കിൽ അല്ലെ, അവർക്ക് ചിലപ്പോ എന്താണ് വിഡ്രോവൽ ചെയ്യാനായിട്ടുള്ള ഒരു പെർമിഷൻ അനുമതി കൊടുക്കുന്നതല്ല. പക്ഷെ അതിനനുസരിച്ചുള്ള എന്താണ് ചില കണ്ടീഷൻസ് പാലിച്ചതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള വിഡ്രോവൽ സൗകര്യങ്ങൾ അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നത്. ഓക്കെ, 4 പോയിന്റ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. പെൻഷൻ ബെനിഫിറ്റ്സിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ്? റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്, ഫാമിലി പെൻഷന്, ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് ആൻഡ് വിഡ്രോവൽ ബെനിഫിറ്റ്സ്. ഓക്കെ ആണോ? ആ സ്കീം എന്നാണ് തുടങ്ങിയെന്നുള്ളത് നോട്ട് ചെയ്യണം. 1971 ആണ് എംപ്ലോയീസ് ഫാമിലി പെൻഷൻ സ്കീം. ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് മാനേജിങ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് സർവീസസ് ആണ്. അതായത് നമ്മുടെ അല്ലെ പറഞ്ഞ മാതിരി തന്നെ ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സുകൾ അല്ലെ അത് കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യണം അല്ലെ. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ സേവനങ്ങളൊക്കെ അത് നിയന്ത്രിച്ചിട്ട് തന്നെ കൊടുക്കണം. കേസ് കൂടുതലായി പോയാലും പ്രശ്നമാണ്, കുറവായി പോയാലും പ്രശ്നമാണ് അല്ലെ. കുറവ് ആനുകൂല്യങ്ങളൊക്കെ ഉള്ളൂ എങ്കിലും നല്ല നല്ല ടാലന്റഡ് ആയിട്ടുള്ള വ്യക്തികളൊന്നും നമ്മുടെ കമ്പനിയിൽ ജോലിക്ക് വരണമെന്നില്ല. പിന്നെ അത് മാത്രമല്ല നിലവിലുള്ള ജീവനക്കാരെ തന്നെ വിട്ടുപോകാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ കുറഞ്ഞ ബെനിഫിറ്റ്സ് ഉണ്ടായാൽ അത്ര തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ കൂടിപ്പോയാലും നമുക്കറിയാം എന്താണ് അതിനുള്ള ഏണിങ്സ് ചിലപ്പോൾ വേണമെങ്കിൽ ഫിനാൻഷ്യലി ബേർഡൻ ആയിട്ട് വരാം അല്ലെ. ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ എംപ്ലോയീസിന് കൊടുത്ത് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ വരാനായിട്ടും സാധ്യതയുണ്ട്. അപ്പൊ കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ സേവനങ്ങളെല്ലാം കൊടുക്കണം. അത് നിയന്ത്രിച്ചിട്ട് തന്നെയാണ് കൊടുക്കേണ്ടത് അല്ലെ. അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പരാമർശിക്കുന്നത്. Due to the fact that the different types of benefits are an integral part of the total reward system, there must be a match between the benefits plans and the organization objectives of the firm. ഓക്കെ, നമുക്കറിയാം ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് അല്ലെ, അല്ലെങ്കിൽ ഒരു ഫേമിന്റെ ഒക്കെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് എന്താണ് തീർച്ചയായിട്ടും നമ്മൾ ബെനിഫിറ്റുകൾ കൊടുക്കണം അല്ലെ. പക്ഷെ ഈ ബെനിഫിറ്റുകൾ എല്ലാം തന്നെ നല്ലൊരു എന്താണ് അവിടെ ഒരു ഇന്റഗ്രൽ പാർട്ടായിട്ട് മാറണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നല്ലൊരു സിസ്റ്റം അല്ലെ, അവിടെ ഒരു നല്ല സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഇത് കൊടുക്കേണ്ടത്. അല്ലാതെ ചില നമുക്ക് തോന്നുന്ന ബെനിഫിറ്റ്സുകളൊക്കെ അങ്ങനെ പാക്കേജുകളൊക്കെ കൊടുത്ത് അവർക്ക് മോട്ടിവേഷനോ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷനോ അവിടെയുള്ള എംപ്ലോയീസിന് സാറ്റിസ്ഫാക്ഷനോ മോട്ടിവേഷനോ ഒന്നും ഉണ്ടാക്കാത്ത തരത്തിലുള്ള കുറെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജസ് കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് റിട്ടേൺ ഒന്നും ഉണ്ടാവില്ല അല്ലെ. ശരിയല്ലേ? റിട്ടേൺ ഉണ്ടാവോ? ഉണ്ടാവോ? നമ്മള് കൊടുക്കുമ്പോഴെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം കൊടുക്കാൻ അല്ലെ. മൊത്തം ഒരു പ്രതിഫലന വ്യവസ്ഥയുടെ ആ ഒരു അഭിവാജ്യ ഘടകമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു ബെനിഫിറ്റ് പാക്കേജ് എന്ന് പറയുന്നത്. അപ്പൊ അവരിൽ നിന്ന് റിട്ടേൺ കിട്ടണമെങ്കിൽ ആ റിട്ടേൺ മനസ്സിലാക്കിയിട്ട് തന്നെ വേണം അവർക്ക് ബെനിഫിഷ്യൽ പാക്കേജസ് ഒക്കെ കൈകാര്യം ചെയ്ത് കൊടുക്കാനായിട്ട്. അതുകൊണ്ടാണ് പറയുന്നത് യഥാർത്ഥത്തില് വ്യത്യസ്ത തരത്തിലുള്ള ബെനിഫിറ്റുകൾ ഉണ്ട്. പക്ഷെ ഇതെല്ലാം തന്നെ മാച്ച് ചെയ്തിടും അല്ലെ. ബെനിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാനുകളൊക്കെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സിന്
പറ്റുന്നതാണോ എന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്തതിനു ശേഷമാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. These goals can be fulfilled by establishing operational objectives for the benefit plans and then creating such a plan which has the capabilities of meeting these objectives. Okay, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അല്ലെ, ഒരു എല്ലാവർക്കും ഇങ്ങനെ ബെനിഫിഷ്യലൊക്കെ കൊടുക്കണമെങ്കിൽ അല്ലെ അവിടെ പ്രവർത്തനക്ഷമമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ആയിരിക്കും കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ട്രെയിനിങ് പാക്കേജ് കൊടുക്കുക, അതല്ലെങ്കിൽ എന്തെങ്കിലും റിവാർഡുകൾ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നുണ്ട് എന്ന് അല്ലെ, അതിനെ പ്രതിനിധീകരിച്ചിട്ട് വേണം ഇത് കൊടുക്കാനായിട്ട് അല്ലെ. മീറ്റിംഗ് ദീസ് ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പര്യാപ്തമാണോ എന്ന് കണ്ടിട്ട് വേണം ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ കൊടുക്കാൻ അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് ദീസ് ഗോൾസ് ക്യാൻ ബി ഫുൾഫിൽഡ് ബൈ എസ്റ്റാബ്ലിഷിംഗ് ഓപ്പറേഷണൽ ഒബ്ജക്റ്റീവ്സ് ഫോർ ദ ബെനിഫിറ്റ് പ്ലാൻസ് അല്ലെ. അവിടെ എന്താണ്, അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്താണ് നല്ല രീതിയിലാക്കി തീർക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കണം അവിടെ ലക്ഷ്യമിട്ടിട്ടായിരിക്കണം ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ കൊടുക്കാനായിട്ട്. അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് ആൻഡ് ദ ക്രിയേറ്റിംഗ് സച്ച് എ പ്ലാൻ വിച്ച് ഹാസ് ദ കേപ്പബിലിറ്റീസ് ഓഫ് മീറ്റിംഗ് ദീസ് ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാൻ അല്ലെ, അത് മീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലാനുകളായിരിക്കണം അവിടെ ഉണ്ടായിരിക്കേണ്ടത്. ചിലപ്പോൾ ആണെങ്കിൽ നമുക്കറിയാം എന്താണ്, ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിന് ചിലപ്പോൾ സ്പെഷ്യലി അവർക്ക് കറേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മോട്ടിവേറ്റ് കുറച്ച് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടാവും. ചിലപ്പോൾ ഒരു എന്താ പറയുക, ഒരു പ്രത്യേകം പരിഗണന വലിയ കാര്യമായിട്ടൊന്നും ആ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയി കുറെ കോംപ്ലിമെന്റ് ഇതുകളൊക്കെ കൊടുത്തിട്ട് കാര്യമില്ല. കാരണം മാക്സിമം അല്ലെ, മാക്സിമം എഫേർട്ട് എടുക്കുന്നവർക്ക് കൂടുതൽ എഫേർട്ട് എടുക്കുക അല്ലെങ്കിൽ കൂടുതൽ ഫലപ്രദമായ രീതിയിൽ അവരെ വർക്ക് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള മോട്ടിവേഷൻസ്, അതിനനുസരിച്ചുള്ള ഫ്രണ്ട്സ് ബെനിഫിറ്റ്സുകളാണ് പാക്കേജ് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിലാണ് ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇൻ സർട്ടൻ കേസസ് the appropriate designing of these type of benefits plans is seen as a one-time decision making rather than a continuous development process. Okay. നമ്മളിപ്പോ ഒരു ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ എന്താ പ്രത്യേകത, ട്രെയിനിങ് കൊടുക്കുന്നതിന് മുമ്പ് എന്താ പ്രത്യേകത, ഒരു ഗ്രൂപ്പിന് അവര് സമയത്തിന് കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് അങ്ങനെ സമയത്തിന് ചെയ്ത് തീർക്കാൻ പറ്റാത്ത എന്നുള്ള കാര്യം കണ്ടുപിടിക്കേണ്ടതുണ്ടാവും. ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഓക്കെ, ഒരു ഫിനിഷ്ഡ് കോഴ്സ് എത്തിക്കുന്ന തരത്തിലേക്ക് വരുമ്പോഴും ചിലപ്പോൾ ഏതെങ്കിലും ഒരു സെമി ഫിനിഷ്ഡ് ഗ്രൂപ്പിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ അവിടെ ഒരു ട്രബിൾ വരുന്നു, ഒരു സ്ലോയിലേക്ക് പോകുന്നു. എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതായത് മെറ്റീരിയൽസ് ആവശ്യത്തിനുണ്ട്, ദെൻ അതൊക്കെ ഒരു ഫിനിഷിംഗ് ലെവലിലേക്ക് എത്തിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ എവിടെയോ ഒരു ബ്ലോക്ക് സംഭവിക്കുന്നു. ചിലപ്പോൾ വേണമെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു നോളജ് കിട്ടാത്തത് കൊണ്ടായിരിക്കാം അല്ലെ. അപ്പൊ അത് കണ്ടറിഞ്ഞിട്ട് ഈ നോളജ് കൊടുക്കേണ്ടതുണ്ട് അല്ലെ. അവർക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലാസ് ഒക്കെ സംഘടിപ്പിച്ച് കൊടുക്കേണ്ടതുണ്ടാവും. ഇങ്ങനെ സംഘടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതോടുകൂടി അത് സ്റ്റോപ്പ് ആവോ? അവരത് വർക്ക് ചെയ്യുന്നുണ്ടോ, അതിൽ നിന്ന് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ടാവില്ലേ. നമ്മളിപ്പോ ഒരു ക്ലാസ് സംഘടിപ്പിച്ചു കൊടുത്തു, ഒരു ഗ്രൂപ്പിലുള്ള വ്യക്തികൾക്ക് അവിടെ എന്തോ ഒരു സംഭവിക്കുന്നു അല്ലെ, അവർക്ക് ആവശ്യത്തിനുള്ള മെറ്റീരിയൽസ് ഒക്കെ ഓക്കെയാണ്, മെഷീൻ ഓക്കെയാണ്, പക്ഷെ അവിടെ പ്രവർത്തനങ്ങൾ വിചാരിച്ച ടൈമില് ഫിനിഷിംഗിലേക്ക് എത്തുന്നില്ല. ഓക്കെ, അങ്ങനെ കാണുമ്പോൾ എന്താണ്, അവർക്ക് അതിനനുസരിച്ചുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ ട്രെയിനിങ്ങോ മറ്റുള്ള പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വെച്ചിട്ട് ട്രെയിനിങ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. ആ ക്ലാസ് കൊടുത്തോടുകൂടി അവരുടെ ആ ഒരു ഡ്യൂട്ടി അല്ലെ, ആ ഒരു കൊടുക്കുന്ന ഒരു ഡ്യൂട്ടിയോട് കൂടി അത് സ്റ്റോപ്പ് ആവുന്നില്ല. കാരണം ഈ കൊടുത്ത ആ ഒരു ക്ലാസ് അനുസരിച്ചിട്ട് ഇവർക്ക് റിട്ടേൺ ഉണ്ടോ അല്ലെ, അവർക്ക് എന്തെങ്കിലും പ്രോഗ്രസീവ് ഉണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്യേണ്ടതായിട്ട് വരില്ലേ? വരും അല്ലെ. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് മെറ്റീസ് എന്താണ്, ഒരു വൺ ടൈം ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് അല്ല അല്ലെ. ഒരു തീരുമാനം എന്ന് പറയുന്നത് ഒരു സമയം എടുക്കുന്ന ഒരു വൺ ടൈം ഡിസിഷൻ പ്രോസസ് അല്ല. ഒരു ബെനിഫിഷ്യൽ പാക്കേജിനെ കുറിച്ചിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് അത് വീണ്ടും എന്താണ്, അതൊരു കണ്ടിന്യൂസ് ഡെവലപ്മെന്റ് പ്രോസസ്സാണ് അല്ലെ. അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് അനലൈസ് ചെയ്യും. ഓക്കെ, ഇവർ ഓക്കെയാണ്, അപ്പൊ നമുക്കറിയാം അവർ ഓക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്ലാസ് കൊണ്ട് അവർക്ക് ഗുണം ചെയ്യും അല്ലെ. പിന്നെ എന്താണ്, അവർ ഇച്ചിരി കൂടി മോട്ടിവേറ്റ് ചെയ്യിക്കാനായിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ എന്താണ് കൂടുതൽ അല്ലെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഉള്ള പാരിതോഷികങ്ങളൊക്കെ കൊടുക്കും.
അപ്പോഴെന്താണ് അവരില് മോട്ടിവേഷൻ, ഒരു കോമ്പറ്റീഷൻ വരുന്ന ഒരു ലെവലിലേക്ക് എത്തുന്നു. കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്യുമ്പോഴെന്താണ് അതനുസരിച്ചിട്ട് എല്ലാവരും മാക്സിമം എഫോർട്ടോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും അല്ലെ. അങ്ങനെയാണ് ഒരു ബിസിനസ് ട്രാക്കിലേക്ക് വരുന്നത് അല്ലെ. അങ്ങനെ ആ ഒരു ഇതെന്ന് പറയുന്നത്, അതുകൊണ്ട് തന്നെ ബെനിഫിഷ്യൽ പാക്കേജിനെ കുറിച്ചിട്ട് തീരുമാനിക്കുക എന്ന് പറയുന്നത് ഒരു വൺ ടൈം പ്രോസസ് അല്ല, അതൊരു കണ്ടിന്യൂസ് ഡെവലപ്പിംഗ് പ്രോസസ് ആണ്. Then in fact the benefit plan which were suitable for the workforce of previous years may not provide the same results for the present or future employees. Okay, നമ്മളിപ്പോ കഴിഞ്ഞ കൊല്ലം അല്ലെ, കഴിഞ്ഞ പ്രാവശ്യം ചിലപ്പോ വേണമെങ്കിൽ ഇന്ന ഫീൽഡിലുള്ള വർക്കേഴ്സിന് ചിലപ്പോൾ എന്തെങ്കിലും മോട്ടിവേഷൻ ക്ലാസ്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രെയിനിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു അല്ലെ, റിവാർഡൊക്കെ കൊടുത്തു. അപ്പൊ ഓക്കെ, ഈ കൊല്ലവും അങ്ങനെയുള്ള ഒരു അല്ലെ ഒരു പ്രത്യേക വിഭാഗത്തിന് തന്നെ ഇതിനെ കണ്ടിന്യൂസ് കൊടുക്കണമെന്നില്ല. ഓക്കെ, മാറ്റി വേറെ ഗ്രൂപ്പുകാർക്കൊക്കെ കൊടുക്കാം അല്ലെ. അപ്പൊ എപ്പോഴും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള രീതി തന്നെ അവലംബിക്കണമെന്നില്ല. നമുക്കറിയാം വേരിയേഷൻസ് അനുസരിച്ചിട്ട് തന്നെ ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ഭേദഗതി ചെയ്യേണ്ട വരും അല്ലെ. ഇപ്പൊ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടം ആയതുകൊണ്ട് തന്നെ എന്താണ് പുതിയ പുതിയ ചലഞ്ചസിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കണം അല്ലെ. അവിടെയുള്ള തൊഴിലാളികളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടും അവർക്ക് കൂടുതലായിട്ടുള്ള വെല്ലുവിളി നിറഞ്ഞ വർക്കുകളൊക്കെ ഫേസ് ചെയ്യാനൊക്കെ ആയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ കൊടുക്കണം. പഴയ കാലഘട്ടത്തിൽ കൊടുത്തത് എന്തോ അത് ഇപ്പൊ പ്രസന്റിലും ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമല്ല, ഫ്യൂച്ചറിലും അത് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ബെനിഫിഷ്യൽ പാക്കേജ് തീരുമാനിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇവിടെ വൺ ടൈം പ്രോസസ് അല്ല എന്നൊക്കെ ഉള്ള കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇറ്റ്സ് കണ്ടിന്യൂസ് ഡെവലപ്മെന്റ് പ്രോസസ് ആണ് അല്ലെ. എന്താണ് നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോകാം. അടുത്ത പാരഗ്രാഫിലേക്ക് പോകാലോ. ഓക്കെ അല്ലേ, ഫസ്റ്റ് പാരഗ്രാഫ്. ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും സെന്റൻസ്? ചോദിക്കാട്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാം. കണ്ടിന്യൂ ചെയ്തോട്ടെ. നിങ്ങൾ മെസ്സേജ് അയച്ചാലേ ഞാൻ കാണുള്ളൂ. കാരണം നമ്മള് ഇപ്പോ ഇത് എന്താ പറയാ, ഇതൊന്ന് മാറ്റി നോക്കിയപ്പോഴാണ് നിങ്ങളൊക്കെ തമ്പൊക്കെ ഇടുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലായത്. മെസ്സേജ് അയച്ചാലാണ് പൊതുവെ കാണാൻ പറ്റുള്ളൂ അല്ലെ. റയർ ആയിട്ടാണ് എനിക്കിതില് കാണുന്നത് എന്തെങ്കിലും തമ്പുകളൊക്കെ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കാൻ പറയുന്നത്. കാരണം നമ്മളിപ്പോ പേജ് അല്ലെ, നമ്മുടെ സ്ക്രീനിലെ പേജാണ് ഭൂരിഭാഗം സ്ഥലത്തും അല്ലെ പേജ് കവർ നടത്തിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും മെസ്സേജിന്റെ ഭാഗം മാത്രമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയാണെങ്കിൽ there must be a proper administration of benefits and services by the organizations as there can be incidents of lawsuits and civil penalties for those organizations which do not properly administer benefits and services. അതായത് ഇതില് പ്രധാനമായിട്ട് മറ്റൊരു കാര്യം പറയുന്നത്, ചില ബെനിഫിറ്റുകളെല്ലാം മസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും അല്ലെ. സ്റ്റാറ്റ്യൂട്ടറി ബെനിഫിറ്റ്സുകളാണ്. ആണോ? അങ്ങനെയുള്ള ബെനിഫിറ്റ്സുകൾ ഉണ്ടാവോ? നമ്മൾ പഠിച്ചതാണ്. അങ്ങനെയുള്ള ബെനിഫിറ്റ്സുകൾ ഉണ്ടാവോ അല്ലെ? ഏത് തരത്തിലൊക്കെയാണ് ബെനിഫിറ്റ്സുകൾ തീരുമാനിക്കേണ്ടി വരുന്നത്? ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും ചർച്ചയിലൂടെ അല്ലെ ബെനിഫിറ്റുകൾ തീരുമാനിക്കേണ്ടതുണ്ടാവാം. അതല്ലെങ്കിൽ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് സ്വമേധയാ വോളണ്ടറി കുറെ ബെനിഫിറ്റ്സുകൾ വരാം. അല്ലെങ്കിൽ എംപ്ലോയിക്ക് കൂടി അല്ലെ ആവശ്യപ്പെടുന്ന രീതിയിൽ അവർ യൂണിയന്റെ ഒക്കെ നേതൃത്വത്തിൽ കുറച്ച് ബെനിഫിറ്റ് ഒക്കെ നേടിയെടുക്കാം. ചിലതെല്ലാം എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബെനിഫിറ്റ് ആണ് അല്ലെ. അത് മസ്റ്റായിട്ടും ഇത്രയും മെമ്പേഴ്സ് ഉള്ള സ്ഥാപനങ്ങള് മസ്റ്റായിട്ടും കൊടുക്കേണ്ട കുറെ ബെനിഫിറ്റുകളാണ് അല്ലെ. PF ഒക്കെ അതിൽ പെടുന്ന ബെനിഫിഷ്യൽ പാക്കേജുകളാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ പറയുന്നത് there must be a proper administration of benefits and service by the organization as there can be incidents of lawsuits and അല്ലെ
അവിടെ പ്രധാനമായിട്ടും പറയുന്നത് ഒരു പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ, നല്ല കൃത്യമായിട്ടുള്ള ഒരു ഭരണ നിർവഹണത്തിൽ ഈ ബെനിഫിറ്റ്സുകൾ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ സർവീസുകൾ ആ ഓർഗനൈസേഷൻ മറ്റുള്ളവർക്ക് അല്ലെ അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ, that can be incidents of lawsuits and civil penalties for those organizations which do not properly administer benefit and services. അങ്ങനെ കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇൻ കേസ് അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള അഡ്മിനിസ്ട്രേഷനോട് കൂടിയിട്ടല്ല ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ചില നിയമങ്ങൾ അനുസരിച്ചിട്ടല്ല ഈ ഒരു ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ കൊടുക്കുന്നതെങ്കിൽ, തീർച്ചയായിട്ടും അവരെന്താണ് സിവിലിന്റെ പെനാൽറ്റീസ് അല്ലെ, അവര് ഫൈൻ അടയ്ക്കേണ്ട പെനാൽറ്റീസ് ഒക്കെ അടയ്ക്കേണ്ടതായിട്ട് അതിലേക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമെന്നുള്ളത്. കാരണം ചില ആനുകൂല്യങ്ങളായിട്ട് എല്ലാം എന്താണ് മസ്റ്റായിട്ടും അവിടെ എംപ്ലോയിക്ക് വേണ്ടിയിട്ടൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് അല്ലെ. അതിലേക്ക് പെടുന്ന കാര്യങ്ങളാണ് PF ഒക്കെ പോലെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജസ് ആണ്. ഹയറിംഗ് എ ബെനിഫിറ്റ് അഡ്മിനിസ്ട്രേറ്റർ ഓർ ആൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ക്യാൻ പ്രൂവ് ടു ബി എ ലെസ് കോസ്റ്റ്ലി സൊല്യൂഷൻ. അതായത് നമുക്കറിയാം ഇത്തരത്തിലുള്ള എപ്പോഴും അല്ലെ ചെറിയ ഒരു ചെലവിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് അവരെന്താണ് ഹ്യൂമൻ റിസോഴ്സ് വിങ്ങിനൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള പ്രോബ്ലംസിനൊക്കെ സോൾവ് ചെയ്ത് പോകുന്നത്. The activities of developing and managing the benefits for employees are taken care of by the benefits administrator. Okay, നമുക്കറിയാം അല്ലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വിങ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അവരെ അല്ലെ അവിടെ എന്താണ് നല്ലൊരു ഭരണ നിർവഹണത്തിന് അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വിങ് ഏർപ്പാടാക്കുന്നത് അല്ലേ. ഹ്യൂമൻ റിസോഴ്സ് വിങ് അതിന് വേണ്ടിയിട്ടുള്ള ഏർപ്പാടാക്കുന്നത്. ആണോ? അങ്ങനെയുള്ളവരല്ലേ ഏർപ്പാടാക്കുന്നത്? കാരണം നമുക്കറിയാം അവിടെ കൃത്യമായിട്ട് ചില ലോയൊക്കെ ഫോളോ ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് ചിലപ്പോൾ എംപ്ലോയർക്ക് ആവശ്യമാണല്ലേ, മനസ്സിലാവണമെന്നില്ല. അപ്പോ അതെല്ലാം ശരിയാക്കി അല്ലെ കൃത്യമായിട്ട് മാനേജ്മെന്റിനെ ബോധിപ്പിച്ചു കൊടുക്കേണ്ട ഡ്യൂട്ടി ആർക്കാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലുള്ള വിങ്ങിനാണ് അല്ലെ. അപ്പം അവര് ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉള്ളവര് തീർച്ചയായിട്ടും എന്താണ് അവരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കും. ഇന്ന റൂൾസ് ആണ്. ഓക്കെ, ഇന്ന കാര്യങ്ങളെല്ലാം എന്തെങ്കിലും മെസ്സേജുകൾ ഉണ്ടെങ്കിലും ചോദിച്ചോളൂ കേട്ടോ, മെസ്സേജ് അയക്കാം. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് കൃത്യമായിട്ട് തന്നെ അവരെ അറിയിച്ചു കൊടുക്കണം അല്ലെ. ഇന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഇന്ന ബെനിഫിറ്റ്സുകളൊക്കെ അവിടെ എംപ്ലോയീസിന് കൊടുത്താൽ മാത്രമാണ് അവർ നല്ല രീതിയിൽ റിട്ടേൺസ് അല്ലെ അവരുടെ എഫിഷ്യന്റോട് കൂടിയിട്ടുള്ള വർക്കുകൾ നമുക്ക് ലഭ്യമാക്കി തരുകയുള്ളൂ. അങ്ങനെ പല കാര്യങ്ങളും ആണ് എന്താണ് മാനേജ്മെന്റിനെ ബോധിപ്പിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് the activities of developing and managing the benefits for employees are taken care of by the benefit administrator അല്ലെ. അവിടെ ആ ഭരണത്തിൽ ഇരിക്കുന്നവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള ഡെവലപ്പിംഗ് ആയിട്ടുള്ള അല്ലെ അവരുടെ കഴിവുകളൊക്കെ വികസിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുകയും അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അല്ലെ അവർക്ക് ആ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക എന്നുള്ളതും അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരുടെ പ്രധാനപ്പെട്ട ഘടകമാണ് അല്ലെ. എങ്കിൽ അത് തീർച്ചയായിട്ടും എന്താണ് ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വിങ് അവരുടെ മുമ്പിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു കൊടുത്തില്ലെങ്കിൽ എന്താ പ്രത്യേകത? അവര് നിയമത്തിനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ഇല്ലേ, നിയമത്തിന് കീഴടങ്ങേണ്ട വരും അല്ലെ. പെനാൽറ്റീസോ ഫൈനൊക്കെ അടക്കേണ്ട സമയത്ത് ആ ഒരു കമ്പനി ആ ഓർഗനൈസേഷനിലെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് അതിനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. വരില്ലേ? വരുമോ? അതുകൊണ്ട് തന്നെ നമ്മൾ ചെലവ് കുറഞ്ഞ രീതിയിൽ ഇത്തരം കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് കൊടുക്കേണ്ടതും എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജറിന്റെ അല്ലെ ആ ഒരു വിങ്ങിലിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി തന്നെയാണ്. വീണ്ടും നെക്സ്റ്റ് അതേപോലെ തന്നെ ഒരു പോയിന്റ് കൂടിയാണ് ഒരു പാരഗ്രാഫിനും കൂടി പറയുന്നത്. He is also responsible for communicating to the employees about the manner in which the benefit programs functions along with the different standards which must be met by an employee to acquire these benefits. Okay, അവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ് പല ബെനിഫിറ്റുകളുണ്ട് അല്ലെ. തീർച്ചയായിട്ടും വ്യത്യസ്ത തരത്തിലുള്ള ബെനിഫിറ്റുകൾ എന്താണ് അവിടെ എംപ്ലോയീസിന് കൊടുക്കാം എന്നുള്ളത് കണ്ടു. നമ്മൾ കുറെ ബെനിഫിറ്റ്സുകളെ കുറിച്ചിട്ട് കണ്ടു അല്ലെ. ക്യാൻറ്റീൻ സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, ട്രാവലിംഗ് അലവൻസുകൾ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഷുറൻസ് പാക്കേജുകളുണ്ട്,
ഫ്യൂച്ചർ അല്ലെ, ഭാവിയിലേക്ക് പെൻഷൻ ആനുകൂല്യങ്ങളുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുണ്ട് അല്ലെ. പക്ഷെ ഇവർക്ക് കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എങ്കിൽ എംപ്ലോയീസിന്റെ കാര്യങ്ങൾ എന്താണെന്ന് ഗ്രഹിക്കണമെന്ന് പറ്റില്ല അല്ലെ. അവര് നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലാണ് എംപ്ലോയീസ് എന്താണ് ആവശ്യം അല്ലെ, അവരുടെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ എന്താണ്, അവർക്ക് എന്താണ് ഇൻട്രസ്റ്റ്, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടർ എന്താണെന്നപ്പോ അത് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അവരുമായിട്ട് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അല്ലെ. എങ്കിൽ മാത്രമാണ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളെ കുറിച്ചിട്ട് അവർക്ക് ഒരു അവയർനെസ് കിട്ടുകയുള്ളൂ. In most of large organizations, benefits administration is a part of the human resource department. അതുകൊണ്ട് തന്നെയാണ് വലിയ വലിയ ഓർഗനൈസേഷനിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ അവിടെ സ്ഥാപിക്കപ്പെടുന്നത് അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് വിങ് എന്നുള്ള രീതിയിൽ തന്നെ ആ ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിക്കുന്നത്. നമുക്കറിയാം അവരെന്താണ്, അവര് എംപ്ലോയീസ് ആയിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു, അവരുടെ പ്രോബ്ലംസുകൾ എന്തൊക്കെയാണ് കണ്ടെത്തുന്നു, അവർക്ക് എന്തെങ്കിലും മോട്ടിവേഷൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ് വേണോ, അല്ലെങ്കിൽ ട്രെയിനിങ് പോലെയുള്ള അവരുടെ സ്കില്ല് നോളജ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കണോ, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് അവർക്ക് ബോധേഡാണെങ്കിൽ അതനുസരിച്ചുള്ള പാക്കേജസ് കൊടുക്കണോ അല്ലെ. അവരുടെ പലതരത്തിലുള്ള ആവശ്യങ്ങളും പ്രോബ്ലംസുകളും ആരാഞ്ഞ് അത് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരെ അല്ലെ ബോധ്യപ്പെടുത്തി, അത് മാത്രമല്ല സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടുകളുടെ കീഴിലൊക്കെ വരുന്ന സ്ഥാപനമാണെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ നടപ്പാക്കണം എന്നെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരേക്ക് ബോധിപ്പിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പറയുന്നത് ഈ മോസ്റ്റ് ഓഫ് ദ ലാർജ് ഓർഗനൈസേഷൻ ബെനിഫിറ്റ് അഡ്മിനിസ്ട്രേഷൻ ഈസ് എ പാർട്ട് ഓഫ് ദ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെയൊക്കെ പൂർണ്ണ അഡ്മിനിസ്ട്രേഷൻ എന്താ ആരായിരിക്കും, ഹ്യൂമൻ റിസോഴ്സ് വിങ് ആയിരിക്കും. On the other hand, in small organizations, the responsibility of a benefit administrator is assigned to the individuals of different divisions or areas. ഓക്കെ, ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒരു ഡ്യൂട്ടിയോടൊപ്പം തന്നെ അല്ലെ ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേകം ഇൻഡിവിജ്വലിനൊക്കെ അറിയിച്ചിട്ടുണ്ടാവും അല്ലെ. ആ ഒരു ബ്രാഞ്ചിൽ എന്താണ് കാര്യങ്ങൾ എന്നുള്ള മനസ്സിലാക്കുക അല്ലെ. അതിന് ഇൻചാർജ് ഉള്ള പേഴ്സൺസിനായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള പവറുകൾ വിട്ടുകൊടുക്കുന്നത്. Then most of the time the benefit administrator is involved in the coordination of the existing benefit plans. ഓക്കെ, നമുക്കറിയാം കൂടുതലായിട്ടും അല്ലെ ധാരാളം സമയം തീർച്ചയായിട്ടും എല്ലാം അല്ലെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് എപ്പോഴും എല്ലാത്തിനെയും ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക അല്ലെ, എല്ലാത്തിനെയും ഏകോപിച്ചു കൊണ്ടുപോകാനായിട്ട് ആണ് ശ്രമിക്കുക അല്ലെ. പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ തീർച്ചയായിട്ടും എംപ്ലോയീസിന് ഉണ്ടാവും. അത് എല്ലാം തന്നെ ഫുൾഫിൽ ചെയ്യാനായിട്ട് ചിലപ്പോ മാനേജ്മെന്റിനെ പറ്റിയെന്ന് വരില്ല, ശരിയല്ലേ. വ്യത്യസ്ത തരത്തിലുള്ള മോട്ടിവേഷൻസ്, വ്യത്യസ്ത തരത്തിലുള്ള സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ ആയിരിക്കും അവർക്ക് ആവശ്യം അല്ലെ. അപ്പൊ എല്ലാം കൂടിയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണം അല്ലെ. ഏതെങ്കിലൊക്കെ ചിലപ്പോൾ സാറ്റിസ്ഫൈ ചെയ്ത് കൊണ്ടുപോകാനായിരിക്കും എല്ലാവർക്കും സാധിക്കുകയുള്ളൂ അല്ലെ. മാനേജ്മെന്റിന് അത്രയും ഫിനാൻഷ്യലി സൗണ്ട് ഉണ്ടാക്കണമെന്നില്ല. അപ്പൊ മിതമായ രീതിയിൽ ചെലവ് ചുരുങ്ങിയ രീതിയിൽ അവിടെയുള്ള എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്ന രീതികളൊക്കെ ആയിരിക്കും തീർച്ചയായിട്ടും ഏതൊരു സ്ഥാപനം സ്വീകരിക്കുക അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ള പ്രധാനപ്പെട്ട ഡ്യൂട്ടിയും അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ആണ്. അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ അല്ലേ? Then നമുക്ക് നെക്സ്റ്റ് നോക്കാം. The different types of considerations in the administration of benefits and services are stated below. അപ്പൊ പലതരത്തിലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് പലതരത്തിലുള്ള ആനുകൂല്യങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ സേവനങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിലെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ഡിസൈഡിങ് റെസിപ്പിയൻസ് ഓഫ് ബെനിഫിറ്റ്സ്. ആർക്കൊക്കെയാണ് ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സുകൾ ലഭ്യമാകേണ്ടത് അതിനെ കുറിച്ചിട്ടുള്ള ഒരു തീരുമാനം അല്ലെ. പലവർക്കും ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാകാൻ പറ്റുന്ന തരത്തിലുള്ള പേഴ്സൺസ് അനവധിയുണ്ട് അല്ലെ. വലിയ വലിയ ഓർഗനൈസേഷൻ ആവുമ്പോൾ ഒരുപാട് പേരുണ്ട് അല്ലെ. അപ്പൊ അതിൽ ആർക്കൊക്കെയാണ് ഇതിന് അർഹതപ്പെടുന്നത് എന്നുള്ളത് തീരുമാനിക്കണം അല്ലെ. അത്തരത്തിലുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് deciding recipient of benefits. The different categories of employees who can be a part of overall benefit program
program offered by the firm must be decided by an employer as a constituent of accomplishing the objectives of a benefit plans. അതായത് നമുക്കറിയാം ഈ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാൻസ് അത് ലഭ്യമാക്കാനായിട്ട് ഈ ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാക്കുന്നതിന് പരിധി വരെ എല്ലാവരെയും സാറ്റിസ്ഫൈഡ് ചെയ്യാനായിട്ട് കമ്പനിക്ക് സാധിച്ചെന്ന് വരില്ല, അല്ലേ? എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. മൊത്തത്തിൽ ഒരു ഓവറോൾ എന്താ പറയാ ആനുകൂല്യ പരിപാടികൾ ലഭ്യമാക്കാം, അല്ലെ? ഒരു ഓവറോൾ മെജോറിറ്റി ഓഫ് പേഴ്സൺസിനും ഈ ആനുകൂല്യങ്ങളുടെ പരിധി അല്ലെ ആനുകൂല്യങ്ങളുടെ ഭൂരിഭാഗം എന്താണ് കൈപ്പറ്റാനായിട്ട് സാധിക്കും എന്നുള്ള തലത്തിൽ മാത്രമാണ് അവർക്ക് എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജുകളെ കുറിച്ചിട്ട് അവലോകനം ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പൊ നിയറസ്റ്റ് പേഴ്സൺസ് കമ്പനിയുടെ അടുത്ത് കിടക്കുന്നവർക്ക് അല്ലെ നമുക്കറിയാം നേരിട്ട് അവര് ജസ്റ്റ് വന്നു പോകാൻ അല്ലെ ചിലപ്പോൾ നടന്നു പോകാനോ ചിലപ്പോൾ ചെറിയ ഒരു ട്രാവലിംഗ് അല്ലെ 2 വീലറൊക്കെ ഉപയോഗിച്ച് പോകാവുന്ന ദൂരമേ ഉണ്ടാവുള്ളൂ. ട്രാവലിംഗ് അലവൻസ് കൊടുക്കുമ്പോൾ എന്താണ് നമുക്കറിയാം പുറത്തുനിന്നുള്ള വ്യക്തികൾക്കാണ് കൂടുതൽ ആനുകൂല്യം ലഭ്യമാകുന്നത്, അല്ലെ? ഇഷ്ടം കൂടി അകലങ്ങളിലുള്ള വ്യക്തികൾക്കായിരിക്കും ഈ ആനുകൂല്യം ലഭ്യമാകാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊരു പാക്കേജ് തീരുമാനിക്കുമ്പോഴും ഓവറോൾ വ്യക്തികൾക്കെല്ലാം ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാകാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കണം. പക്ഷെ മുഴുവൻ അല്ലെ എല്ലാവർക്കും അത് അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പൊ അത്തരത്തിലുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ താഴെ പറയുന്നത് ഫോളോയിങ് ആർ ഇൻക്ലൂഡ്സ് ഇൻ ദിസ് ആക്റ്റീവ് ഫുൾ ടൈം എംപ്ലോയീസ്. അവിടെ എന്താണ് ഫുൾ ടൈം എംപ്ലോയീസിനെ നമുക്ക് ഇത്തരത്തിലുള്ള പരിഗണനയിൽ പെടുത്താം. ഓവറോളിനെ നമ്മൾ പരിഗണനയിൽ പെടുത്തുന്നുണ്ട്. ഡിപ്പെൻഡന്റ് മെമ്പേഴ്സ് ഓഫ് ആക്റ്റീവ് ഫുൾ ടൈം മെമ്പേഴ്സ് എന്താണ് ഇവിടെ പറയുന്നത്? അവരുടെ ആശ്രിതർക്കും അല്ലെ ആ എംപ്ലോയീസിനെ ആശ്രയിച്ച് കഴിയുന്നവർക്കും ഇത്തരത്തിലുള്ള ഫുൾഫിൽ അല്ലെ നമുക്ക് ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ കൊടുക്കാം. നമ്മളിപ്പോ ഒരു അല്ലെ ഓർഗനൈസേഷനൊക്കെ ആകുമ്പോൾ നമുക്ക് ഇൻഷുറൻസ് ഒക്കെ കയ്യിൽ കിട്ടുന്നത് ആ ഒരു അല്ലെ ആ ഒരു സ്ഥാപനത്തില് വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമല്ല, അല്ലെ അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന വ്യക്തികൾക്കും കൂടി എന്താണ് ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാകുന്നുണ്ട്, ഇല്ലേ? ഉണ്ടാവില്ലേ? ഇൻഷുറൻസ് ക്ലെയിമിലൊക്കെ അങ്ങനെയല്ലേ? അവിടെ പാരന്റ്സ് അല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്കൊക്കെ അത്തരത്തിലുള്ള ബെനിഫിറ്റ്സുകൾ നേടിയെടുക്കാനായിട്ട് സാധിക്കില്ലേ? ഓക്കെ, അത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആക്റ്റീവ് ഫുൾ ടൈം എംപ്ലോയീസ്, ഡിപെൻഡന്റ് മെമ്പേഴ്സ് ഓഫ് ആക്റ്റീവ് ഫുൾ ടൈം എംപ്ലോയീസ്, then employees who have retired from the job, അതായത് ജോലിയിൽ നിന്ന് വിരമിച്ചിരിക്കുന്ന പേഴ്സൺസ്. അതോടൊപ്പം തന്നെ ഡിപെൻഡന്റ് ഓഫ് റിട്ടയേർഡ് എംപ്ലോയേഴ്സ്. ഓക്കെ, നമ്മളിപ്പോ റിട്ടയേർഡ് പെൻഷൻസിന്റെ ഒക്കെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതും എന്താണ് അവരെ ആശ്രയിച്ച് കഴിയുന്നവർക്കും അത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനുള്ള അർഹതയുണ്ട്, അല്ലെ? അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ളതാണ്. ദെൻ പാർട്ട് ടൈം എംപ്ലോയീസ്. എന്താണ് പാർട്ട് ടൈം എംപ്ലോയീസ് എന്ന് പറയുന്നത്? അതായത് ഫുൾ ടൈം അല്ലാതെ ജീവനക്കാരനെയാണ് പാർട്ട് ടൈം എംപ്ലോയീസ് എന്ന് പറയുന്നത്, അല്ലെ? ഡിപെൻഡ് ഓഫ് പാർട്ട് ടൈം എംപ്ലോയീസ്, പാർട്ട് ടൈം ജോലി ചെയ്യുന്നവരുടെ ആശ്രിതർക്കും ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജ് തീരുമാനിക്കാം. ദെൻ എംപ്ലോയീസ് ഹു ആർ ഡിസേബിൾഡ്. ഓക്കെ, അവര് ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് എങ്കിലും എംപ്ലോയീസും അത്തരത്തിലുള്ള പേഴ്സൺസിന് പ്രത്യേക കാറ്റഗറൈസ് ചെയ്ത് തന്നെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നു. ദെൻ ഡിപെൻഡന്റ് ഓഫ് ഡിസേബിൾഡ് പേഴ്സൺസ് എംപ്ലോയീസ്, ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസിന്റെ എംപ്ലോയീസിന്റെ ആശ്രിതർക്കും ഇത്തരത്തിലുള്ള ആനുകൂല്യം ലഭ്യമാക്കുന്നു. സർവൈവർ ഓഫ് ഡിസീസ്ഡ് എംപ്ലോയീസ്, അതായത് മരിച്ച ജീവനക്കാരെ അതിജീവിക്കുന്നവര് എന്താണ് പ്രധാനമായിട്ടും പറയുന്നത്? സർവൈവർ ഓഫ് ഡിസീസ്ഡ് എംപ്ലോയീസ്, ദെൻ എംപ്ലോയീസ് ഹു ഹാവ് ക്വിറ്റ് ദ എംപ്ലോയ്മെന്റ്, തൽക്കാലം അല്ലെ ജോലിയിൽ നിന്ന് ജോലി ഉപേക്ഷിച്ചു പോയവർ അല്ലെ നിർത്തിപ്പോയവർക്കും ചില ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്, അല്ലെ? അതായത് ഇപ്പൊ നമ്മുടെ എന്താണ് കമ്പനിയിൽ ഉണ്ടായവരായിരുന്നു, പക്ഷെ ഇപ്പൊ നിർത്തിപ്പോയി, അവർക്ക് ചില ആനുകൂല്യങ്ങളൊക്കെ ആ കമ്പനി ഓഫർ ചെയ്യുന്നതാണ്. Then depends of employee who have quit the employment, ആ എംപ്ലോയ്മെന്റിൽ നിന്ന് നിർത്തിപ്പോയവരെ ആശ്രയിച്ചു കഴിയുന്നവര്. Then employee who are separated from the employment temporarily, example employees on family leave and okay നോക്കുക എന്താണ് അതിൽ പ്രധാനമായിട്ട് പറയുന്നത്? എംപ്ലോയീസ് ഹു ആർ സെപ്പറേറ്റഡ് ഫ്രം ദ എംപ്ലോയ്മെന്റ് ടെമ്പററി, അല്ലെ? അതായത് താൽക്കാലികമായിട്ട് എംപ്ലോയി ആയിട്ട് വന്നവർ, അല്ലെ? അവര് കുറച്ച് കഴിയുമ്പോൾ ആ ഒരു താൽക്കാലിക കാലഘട്ടം കഴിയുമ്പോൾ
അവര് വിട്ടു പോകേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവരും അവരെ പോലെ തന്നെ അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ഫാമിലി മെമ്പേഴ്സ് അല്ലെ, എംപ്ലോയീസ് ഓൺ ഫാമിലി ലീവ്. Then എന്താണ് ഡിപ്പെൻഡ് ഓഫ് എംപ്ലോയി ഹു ആർ സെപ്പറേറ്റഡ് ഫ്രം എംപ്ലോയ്മെന്റ് ടെമ്പററി. ടെമ്പററി ആയിട്ടുള്ള അവരുടെ ആശ്രിതരെ അല്ലെ, അത് അവരെ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ. അങ്ങനെ ടെമ്പററി ആയിട്ടുള്ള ജീവനക്കാർക്ക് അവരുടെ ആശ്രിതർക്ക് എന്നുള്ള ഒരു കോമ്പൻസേഷൻ ആണ് അവിടെ ബെനിഫിഷ്യൽ പാക്കേജ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള പാക്കേജുകളാണ് ആർക്കൊക്കെ വേണം എന്നുള്ള തീരുമാനത്തിലേക്ക് ആ കമ്പനി എത്തുന്നത്. കമ്പനി ഓവറോൾ ആയിട്ട് എല്ലാവരും പരിഗണിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. ചിലതൊക്കെ എന്താണ് എല്ലാവർക്കും അർഹതപ്പെട്ടെന്ന് വരില്ല അല്ലെ. റയർ കേസിൽ ചിലപ്പോൾ എല്ലാവർക്കും അർഹത കിട്ടിയെന്ന് വരില്ല. പക്ഷെ എങ്കിലും നമ്മൾ മാനദണ്ഡം വെക്കുമ്പോൾ ഇന്ന വ്യക്തികൾക്ക് അല്ലെ, ആക്റ്റീവായിട്ടുള്ള എംപ്ലോയീസ് അവരുടെ ആശ്രിതർക്ക്, പാർട്ട് ടൈം ആയിട്ടുള്ള ജീവനക്കാര് അവരുടെ ആശ്രിതർക്ക്, അതേപോലെ തന്നെ എന്താണ് റിട്ടയർ ചെയ്ത വ്യക്തികൾ അവരുടെ ആശ്രിതരെ അല്ലെ, അതേമാതിരി തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടെങ്കിൽ അവരുടെ ആശ്രിതര്, ടെമ്പററി ജീവനക്കാര്, തന്നെ അപ്പോ ജോലിയിൽ നിന്ന് വിരമിച്ചവര്, വിട്ടുപോയവര്, ജോലി നിർത്തിപ്പോയവര്, അങ്ങനെ അല്ലെ പാർട്ട് ടൈം ആയിട്ടുള്ള ജീവനക്കാര് അവരുടെ ആശ്രിതര് അല്ലെ, അങ്ങനെയുള്ള ഒരു കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ഈ ആനുകൂല്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഓക്കെയാണോ ഫസ്റ്റ് പോയിന്റ്? ഓക്കെയാണോ? ഇനി അടുത്തത് ഇതേമാതിരി തന്നെ കാര്യങ്ങളിൽ വരുമ്പോൾ പ്രത്യേകമായിട്ട് വീണ്ടും ആലോചിക്കുകയാണ്. ഡിറ്റർമിനിങ് ദ ഇൻക്ലൂഷൻ ഓഫ് റിട്ടയേഴ്സ് ഇൻ ദ പ്ലാൻ. അതായത് പദ്ധതിയിൽ റിട്ടയർ ചെയ്തവര് അല്ലെ, റിട്ടയർ ചെയ്ത് അല്ലെങ്കിൽ വിരമിച്ചത് ഉൾപ്പെടുത്തുന്നത്, അത് എന്തൊക്കെ കാര്യങ്ങൾ വെച്ചാണ് നിർണ്ണയിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. It is common for major benefits to be provided to the employees and some portion is given to the dependent of employees like medical expenses coverage, life insurance coverage, etc. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എന്താണ് ലൈഫ് ഇൻഷുറൻസ് ഒക്കെയാണ് പ്രധാനമായിട്ടും റിട്ടയർഡ് പേഴ്സൺസ് അവരുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഇത്തരത്തിലുള്ള പാക്കേജുകളൊക്കെ നിർണ്ണയിക്കുന്നത്. There are many factors which must be taken care of when deciding whether to include other group in the plan or not. ഓക്കെ, നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അല്ലെ, ഒരുപാട് ഫാക്ടേഴ്സുകൾ, ഘടകങ്ങളൊക്കെ ആലോചിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇന്ന ഗ്രൂപ്പുകളൊക്കെ ഉൾപ്പെടുത്തണം വേണോ വേണ്ടതൊക്കെ തീരുമാനിക്കാനായിട്ട്. Attitude of the employer and the extent of protection provided under the other plan like social security are two main consideration involved in this. ഓക്കെ, അവിടെ നമുക്കറിയാം സോഷ്യൽ സെക്യൂരിറ്റി അല്ലെ, ഇത്രത്തോളം എന്താണ് ഗൂഢമായ മനോഭാവങ്ങൾ കൂടുതലുണ്ടാവുന്നത് അല്ലെ. അതേ മാത്രമല്ല സാമൂഹ്യ സുരക്ഷ പോലെയുള്ള കാര്യങ്ങളും അതും ആലോചിക്കേണ്ടതുണ്ട് അല്ലെ. എപ്പോഴും എന്താണ് മറ്റുള്ളവരെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തുമ്പോൾ അവരുടെ സുരക്ഷയും കൂടിയും നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ആലോചിച്ചിട്ട് വേണം ഇതൊരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട്. This is the role of a central and state laws cannot be ignored. മാത്രമല്ല നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെയും അതേമാതിരി തന്നെ സംസ്ഥാനത്തിന്റെയും ഒക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഒരിക്കലും നമ്മൾ എന്താണ് നിരസിക്കാനായിട്ട് പാടില്ല അല്ലെ. എക്സാമ്പിൾ, ഡ്യൂ ടു ദ ഫാമിലി ലീവ് ലോ സം ബെനിഫിറ്റ്സ് സ്റ്റിൽ നീഡ് ടു ബി പ്രൊവൈഡഡ്. അതായത് കുടുംബത്തിന്റെ അല്ലെ ചിലപ്പോ അവധി നിയമം കാരണം അല്ലെ ചില ആനുകൂല്യങ്ങളൊക്കെ ഇപ്പോഴും നൽകേണ്ടതുണ്ട്. ചിലപ്പോ ചിലർക്കൊക്കെ എന്താണ് ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റിയല്ലേ, ഇത്ര നാളൊക്കെ ഒരു റിട്ടയർമെന്റിന് ഇത്ര നാൾ മുമ്പ് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ലീവ് എടുക്കാം അല്ലെ. അങ്ങനെ പല ആനുകൂല്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഈ ആനുകൂല്യങ്ങളെല്ലാം ലോയുടെ അടിസ്ഥാനത്തിലുള്ളതാണ്, ചിലതൊക്കെ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിയമങ്ങളെല്ലാം തുടർന്നും എന്താണ് അത് ഫോളോ ചെയ്യേണ്ടത്. ഇല്ല ഇത്രയും അംഗങ്ങളുള്ള കമ്പനിയൊക്കെ ആണെങ്കിൽ അത് മസ്റ്റായിട്ട് തന്നെ അത് ഫോളോ ചെയ്ത് തന്നെ കൊണ്ടുപോകേണ്ടതാണ്. ഓക്കെ, തന്നെയാണ് അതാണ് അവിടെ ഡിറ്റർമിനിങ് ദ ഇൻക്ലൂഷൻ ഓഫ് റിട്ടയേഴ്സ് ഇൻ ദ പ്ലാൻ അല്ലെ. തീർച്ചയായിട്ടും റിട്ടയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം അവർക്ക് ആർക്കും നല്ലേ ഒരു കമ്പനിക്കും അത് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അവരുടെ ഫാമിലിയെയും അവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള പെൻഷനൊക്കെ കൊടുക്കാനൊക്കെ ആയിരിക്കും. പക്ഷെ എന്താണ് ചില ലോകളുണ്ട്, നിയമങ്ങളുണ്ട്, അത് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ എന്താണ് മസ്റ്റായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടപ്പാക്കി കൊടുക്കേണ്ടത് ആവശ്യമാണ്.
ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ജസ്റ്റ് വായിച്ച് നോക്കാം. ഓക്കെയാണോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? അടുത്തൊരു ഭാഗത്തേക്ക് പോവാലോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം പ്രൊബേഷണറി പീരീഡ്. പ്രൊബേഷണറി പീരീഡ് എന്ന് പറയുന്നത് ഒരു നിശ്ചിത സമയം അല്ലെ, ഒരു പ്രൊബേഷണറി പീരീഡ് അവർക്ക് പുതിയ ജോലിയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ലഭ്യമാകും അല്ലെ. അതിൽ ഉണ്ടാവുന്ന പ്രത്യേകമായിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളെ കുറിച്ചിട്ടൊക്കെയാണ് അതിൽ പറയുന്നത്. As any kind of a claim which is resulted during probation must be borne by the employee himself. It reduces the financial burden on the employers. ഓക്കെ, നമ്മളിപ്പോ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രൊബേഷണറി പീരീഡിലാണ് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ക്ലെയിമുകൾക്കൊക്കെ അർഹതപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയി ആണ് അതിന്റെ കൂടുതൽ ചെലവും എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കാം എന്താണ് ഫിനാൻഷ്യൽ ബർഡൻ ഓഫ് ദ എംപ്ലോയേഴ്സ് അല്ലെ, അത് കുറച്ച് ചെലവായിരിക്കും. കാരണം എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എല്ലാം അവിടെ കൂടുതലായിട്ട് വരുന്നത് എന്താണ് എംപ്ലോയീസ് തന്നെയാണ് അത് വഹിക്കേണ്ടി വരുന്നത്. Then a part from this, the chance of adverse selection are also reduced due to probationary period. ഓക്കെ, ചിലപ്പോ വേണമെങ്കിൽ എന്താണ് ഇപ്പൊ പ്രതികൂലമായിട്ടുള്ള തെരഞ്ഞെടുപ്പിന് സാധ്യതയുണ്ട് അല്ലെ. ചിലപ്പോ വേണമെങ്കിൽ ഇന്ന ക്ലെയിമുകളിലൊന്നും അവർ ചിലപ്പോ അതിന്റെ മെമ്പർഷിപ്പ് ഒന്നും എടുക്കണമെന്നില്ല. അങ്ങനെ വരുമ്പോഴെന്താണ് അതും നമുക്കറിയാം അവർ ഇതിലെ സ്റ്റാർട്ടിങ് തുടങ്ങി തന്നെ ഇത്തരത്തിലുള്ള ക്ലെയിമിലൊന്നും പെടാതെ അവർ പോകാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. There will also be a reduction in the administrative cost for managing those employees who terminate employment immediately after they join the organization. Okay, നമുക്കറിയാം ചിലപ്പോഴെങ്കിൽ ഈ പ്രൊബേഷണറി പീരീഡ് കഴിയുമ്പോൾ അവരെന്താണ് അവരെ ടെർമിനേറ്റ് ചെയ്യുക അല്ലെ, നമ്മൾ ഫിക്സ്ഡ് ആയിട്ടുള്ള ജോലിയിലേക്കൊക്കെ സ്ഥാപിക്കാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴെന്താണ് പ്രത്യേകത, അവർക്ക് ഈ ഒരു വലിയ കോസ്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ, ഈ ഒരു എംപ്ലോയർക്ക് ആണെങ്കിലും വലിയ കോസ്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ ഇത് കൈകാര്യം ചെയ്തു പോകാനായിട്ട് സാധിക്കും. ഇൻഫാക്ട് the new employees who have some claims are faced with few financial challenges as they are not eligible for any kind of a benefit plan. Okay, അതായത് ഇതിന്റെ യഥാർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ എംപ്ലോയി ഒക്കെ ആകുമ്പോൾ അവർക്ക് എന്താണ് ഫിനാൻഷ്യലി ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം അവർ തന്നെയായിരിക്കും പ്രൊബേഷണറി പീരീഡിലൊക്കെ അവർ തന്നെ അടയ്ക്കേണ്ടതുകൊണ്ട് മിക്കവാറും ക്ലെയിമിനൊന്നും അവര് മെമ്പർഷിപ്പ് ആകില്ല. അങ്ങനെ വരുമ്പോഴെന്താണ് അവര് കാലങ്ങളോളം എന്താണ് ഇത്തരത്തിലുള്ള ഫിനാൻഷ്യലി ബേർഡുകളിൽ എന്താണ് അവർക്കും എംപ്ലോയർക്കും ഇതില് ഭാഗഭാഗത്തും ആവേണ്ട ആവശ്യകത വരുന്നില്ല. ദ ഇംപ്ലിമെന്റേഷൻ ആൻഡ് time frame of a probationary period is reducing, particularly in the medical expenses plans
aspect in the condition of a high turnover, as most of the organizations are trying to attract new talent. Okay, അപ്പൊ നമുക്കറിയാം പ്രത്യേകിച്ച് മെഡിക്കൽ ചെലവൊന്നും അല്ലെ ഇതില് പ്രധാനമായിട്ടും ചെയ്യേണ്ട ആവശ്യകതയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ അവര് കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഇവരെ പ്രേരിപ്പിക്കും എന്നുള്ളതും എടുത്ത് പറയുന്നുണ്ട് അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് ഈ നടപ്പാക്കുക ഇംപ്ലിമെന്റേഷൻ ആൻഡ് ടൈം ഫ്രെയിം ഓഫ് പ്രൊബേഷണറി പീരീഡ് ഇസ് റെഡ്യൂസിങ് പർട്ടിക്കുലർലി ഇൻ ദ മെഡിക്കൽ എക്സ്പെൻസസ് അല്ലെ. അവിടെ മെഡിക്കൽ എക്സ്പെൻസുകളൊക്കെ എന്താണ് കുറച്ചുകൊണ്ട് വരാനായിട്ട് സാധിക്കുന്നു. അത് മാത്രമല്ല എക്സ്പെക്ടിങ് ഇൻ ദ കണ്ടീഷൻ ഓഫ് ഹൈ ടേൺ ഓവർ നമുക്കറിയാം ഒരുപാട് ചെലവൊന്നും ഇല്ലാതെ വരുമ്പോഴും വിറ്റുവരവൊക്കെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആസ് മോസ്റ്റ് ഓഫ് ഓർഗനൈസേഷൻസ് ആർ ട്രൈയിങ് ടു അട്രാക്ട് ന്യൂ ടാലന്റ്. അതായത് എപ്പോഴും പ്രൊഫഷണറി പീരീഡിലേക്ക് ഇത്തരത്തിലുള്ള വ്യക്തികളെ ക്ഷണിക്കാനായിട്ട് മിക്കവാറും സ്ഥാപനങ്ങൾ തയ്യാറാവും. കാരണം അവർക്ക് കൂടുതലായിട്ടുള്ള ബേർഡൻ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ബേർഡൻസ് കുറവായിരിക്കും അല്ലെ. അതേസമയം മസ്റ്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആണെങ്കിൽ അവർക്ക് ചില ഇതുകളെല്ലാം അല്ലെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ചില ആനുകൂല്യങ്ങളൊക്കെ മസ്റ്റായിട്ടും എംപ്ലോയർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെയാണോ? പ്രൊബേഷണറി പീരീഡ് എന്താണെന്നുള്ളത് അതിലുണ്ടായിരുന്ന പ്രത്യേകത എന്ന് പറയുന്നത് കോസ്റ്റ് അല്ലെ. അവിടെ എംപ്ലോയർക്ക് അധികം കോസ്റ്റ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രൊബേഷണറി പീരീഡില് എംപ്ലോയീസിനെ കൈകാര്യം ചെയ്യാനായിരിക്കും കൂടുതലായിട്ട് ഇവർക്ക് താല്പര്യം. ഓക്കെ, ആണോ? എല്ലാം കൂടി ഒന്നിച്ചെടുക്കണ്ട. ഏഴ് പോയിന്റ് ആണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ാണോ? ഏതെങ്കിലും ഡൗട്ടുകളുണ്ടോ അടുത്ത പോയിന്റുകളിലും? ാണ് third point. Okay. Probationary period. As any kind of a claim which is resulted during probation must be borne by the employee himself. അതായത് ഈ പ്രൊബേഷണറി പീരീഡില് എന്തെങ്കിലും ക്ലെയിമുകളൊക്കെ ഉണ്ടാവണമെങ്കിൽ അതിന്റെ ചെലവെല്ലാം വഹിക്കേണ്ടത് ആര് തന്നെയാണ്? എംപ്ലോയീസ് തന്നെയാണ് അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് as any kind of a claim which is resulted during probation must be borne by the employee himself. അവർ സ്വന്തമായിട്ട് തന്നെ വഹിക്കേണ്ടതാണ്. Then it reduces the beneficial burden of on the employer. അതുകൊണ്ട് തന്നെ എന്താണ് അവരുടെ എംപ്ലോയേഴ്സിന്റെ അല്ലെ തൊഴിലുടമകൾക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെ ബേർഡൻ എന്ന് പറഞ്ഞാൽ ആ ഒരു കടമ അല്ലെ അവർക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല അവരെ. കാരണം സാമ്പത്തികമായിട്ടുള്ള നഷ്ടം അവിടെ സംഭവിക്കുന്നില്ല. എന്താണ് അവിടെ വീണ്ടും പറയുന്നത്? പാർട്ട് ഓഫ് ദിസ്
The chance of adverse selection are also reduced due to probationary period. അതായത് പ്രതികൂല തെരഞ്ഞെടുപ്പ് അല്ലെ, അവർക്ക് തീർച്ചയായിട്ടും എന്താണ് ഈ പ്രൊബേഷണറി പീരീഡ് കഴിഞ്ഞ് ഒരു കൃത്യമായിട്ടുള്ള ഒരു ആ ഒരു അല്ലെ കൃത്യമായിട്ടുള്ള സ്റ്റാഫ് ആവുന്നുള്ള ആ ഒരു കാലഘട്ടം വരെയാണ് പ്രൊബേഷണറി പീരീഡ് ഉണ്ടാവും. അതിനുശേഷം സ്റ്റാഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് എന്തെങ്കിലും രോഗികൾ ഉണ്ടെങ്കിൽ ആ നിയമാനുസൃതം തന്നെയുള്ള കാര്യങ്ങള് അവിടെ ആ ഒരു എംപ്ലോയിക്ക് നിർവഹിച്ചു കൊടുക്കേണ്ട ഡ്യൂട്ടി എംപ്ലോയറിൽ നിഷിദ്ധമാണ്. ഓക്കെയാണോ? അത്രയും കാര്യം ഓക്കെയാണോ? ഓക്കെയാണോ? ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇതിൽ പ്രധാനമായിട്ട് എടുത്ത് പറയുന്നത് there will also be a reduction in the administrative cost for managing those employees who terminate employment immediately after they join the organization. അതുകൊണ്ട് തന്നെ പറയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കോസ്റ്റുകളും എന്താണ് ഇവർക്ക് കുറവ് മതി അല്ലെ, പ്രൊബേഷണറി പീരീഡിലൊക്കെ ആകുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കോസ്റ്റുകളും അവർക്ക് കുറവ് മതി. കാരണം ഇത്തരത്തിലുള്ള നിബന്ധനകളൊന്നും ഇല്ല, കോൺട്രിബ്യൂഷൻസ് ഒന്നും ഇല്ല അല്ലെ, അവിടെ എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ ഒന്നും പെടാത്തത് കൊണ്ട് തന്നെ അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇൻഫാക്ട് ദ ന്യൂ എംപ്ലോയീസ് who have some claims are faced with few financial challenges as they are not eligible for any kind of benefit plan. അവരാണെങ്കിൽ അല്ലെ ഫിനാൻഷ്യലി ഈ ചലഞ്ചസുകളെല്ലാം വെല്ലുവിളികളൊക്കെ നേരിടേണ്ടതായിട്ട് വരും. അവർക്കാണെങ്കിൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാനുകളൊന്നും അവർക്ക് എലിജിബിൾ ആവുകയുമില്ല അല്ലെ, ഏത് സമയത്ത് പ്രൊബേഷണറി പീരീഡിന്റെ സമയത്ത്. The implementation and the time frame of a probationary period is reducing, particularly in the medical expense plans, except in the condition of a high turnover. In case നമുക്കറിയാം നല്ല ഹൈ ടേൺ ഓവർ ഒക്കെ കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോംപ്ലിമെന്റ് ആർക്ക് കൊടുക്കും, പ്രൊബേഷണറി പീരീഡിലുള്ള പേഴ്സൺസിന് കൊടുക്കും. അതല്ലാതെ എന്താണ് ലോയുടെ കീഴിലൊന്നും നിബന്ധനകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് പ്രൊബേഷണറി പീരീഡ് ടൈമിൽ ഇവർക്ക് പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളൊന്നും ലഭ്യമാകേണ്ടതില്ല. അതുകൊണ്ട് തന്നെ എന്താണ് എംപ്ലോയർ പൊതുവെ പ്രൊബേഷണറി പീരീഡിലേക്ക് ആയിരിക്കും എംപ്ലോയീസിനെ ക്യാൻവാസ് ചെയ്യുക അല്ലെ. അതാണ് പറയുന്നത് ആസ് മോസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ ആർ ട്രൈയിങ് ടു അട്രാക്ട് ന്യൂ ടാലന്റ്. അതിലേക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേഴ്സൺസിനെ അട്രാക്ട് ചെയ്യും എന്നുള്ളത്. ക്ലിയർ ആയോ? ഓക്കെ, ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു. വേറെ എന്തെങ്കിലും ഡൗട്ട്? ഓക്കെ, താങ്ക് യു.